ഹായ് നമസ്കാരം കൂട്ടുകാരെ. താളെന്ന പരിപാടി പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചമ്മന്തി അരക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാങ്ങ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് കാന്താരി പറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ കാന്താരി പറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാകുമ്പോൾ കാന്താരിയുടെ ഇല കണ്ടില്ല, നല്ല കിളുന്ത ഇലയാണ്. നല്ല എങ്ങനെയുണ്ട് കാണാമെന്നറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കാന്താരി നുള്ളി എടുത്തതിന് ശേഷം കുറച്ചും കാന്താരിയുടെ ഇലയും കൂടി പൊട്ടിച്ചെടുത്തിട്ട് പോയിട്ട് നമുക്ക് ഇന്നത്തെ ഒരു വറവ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒന്നിൻ്റെ കാന്താരി മുളക് പറിച്ചെടുക്കട്ടെ. ഇത് ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് ഒരു കയ്യിൽ വെച്ചിട്ട് പറിക്കുമ്പോൾ കുറച്ചും നല്ലതായി പോന്നു. അപ്പോൾ നമ്മളെ കാന്താരി എല്ലാം ഉള്ളി എടുത്ത് കഴിഞ്ഞു. കണ്ടില്ലേ, ഇത്ര പേരെ കാന്താരി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് കാന്താരിയുടെ ഇല നുള്ളിയെടുക്കാം. കിളുന്ത ഇലയാണ്, കണ്ടില്ലേ. അപ്പോൾ നമ്മളെ കാന്താരിയുടെ ഇല നുള്ളിയെടുത്തതിന് ശേഷം അപ്പോൾ വീട്ടിൽ കുറച്ചും പയർ നട്ടിട്ടുണ്ട്. അന്നേരം കുറച്ചൊരു പയറിൻ്റെ ഇലയും കൂടി എടുത്തിട്ട് കാന്താരി ഇലയും പയറിൻ്റെ ഇലയും വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ഉപ്പേരിയാക്കാം. പച്ചമാങ്ങ ചമ്മന്തി, കാന്താരി പയറിൻ്റെ ഇലയും കൂടിയിട്ട് ഉപ്പേരി. നല്ല രസം ഉണ്ടാവുമല്ലേ കഞ്ഞിക്ക്. അപ്പോൾ ഞാൻ ഒന്നിരുന്ന് ഉള്ളി എടുക്കട്ടെ കേട്ടോ. ഉള്ളി എടുത്തതിന് ശേഷം വീട്ടിലേക്ക് എത്തിയിട്ട് പയറില ഉള്ളി എടുക്കാം. ഇത് കിളുന്ത ഇല ആയതുകൊണ്ട് ചെറുതെല്ലാം ഇങ്ങനെ പ്രാണികളെല്ലാം കുത്തിയിട്ട് ഇങ്ങനെ ആയിന്. ഇതാ കണ്ടില്ല, നല്ല ഇലയായി പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ പയറിൻ്റെ ഇല പറിക്കാം. ഒരു കുറച്ചും പറിച്ചാൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂട്ടാനാളില്ല. ഈ വക കാര്യങ്ങളൊന്നും ഏട്ടൻ കറി കൂട്ടിയില്ല. അപ്പോൾ ഞാനും മോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് കുറച്ച് മതി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇല ഉള്ളി എടുത്തിട്ട് ഒന്ന് നമുക്കതിനെ വൃത്തിയാക്കിയിട്ട് വരണം. അപ്പോൾ അതിനെ വൃത്തിയാക്കി ചെറുങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ അതിലേക്ക് നോക്കാം. ഞാനൊരു മൺചട്ടിയിലാണ് ഇത് കറി ഉണ്ടാക്കുന്നത്. മറ്റേതാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോകും, വെള്ളം കൂട്ടുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് ഇതിനെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കാന്താരി ഇല കുഞ്ഞിലയായിട്ട് അരിഞ്ഞിട്ടിന്. പയറിൻ്റെ ഇല കുറച്ചും വലുത്, അത് കുറച്ചും വലിയ ഇലയല്ലേ. അപ്പോൾ അതുകൊണ്ടൊന്നും കുറച്ചും വലുതായിട്ട് വന്നിരുന്നത് പ്രശ്നമില്ല. എന്നാലും നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് നമുക്കതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ചും തേങ്ങയും വെളുത്തുള്ളിയും കാന്താരിയും കൂടി ചതച്ചതാണ്. അപ്പോൾ നമ്മളെ ഇല നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അതും കൂടി ചേർത്ത് കൊടുത്തു. കണ്ടില്ല എത്ര ഇല ഉണ്ടായിന്, വെന്ത് വരുമ്പോഴേക്ക് കുറച്ചേ ഇല്ലല്ലോ. അപ്പോൾ തേങ്ങയും പച്ചമുളകല്ല കാന്താരി മുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണത്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി പിന്നെ വേറെ വറവൊന്നുമില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണ നനച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ ഇലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ്, കണ്ടില്ലേ. നല്ല എങ്ങനെയുണ്ട് കറി അറിയാം. നല്ല എരിവുണ്ട്, വെളുത്തുള്ളിയുടെ മണവും ഇലക്കറിയുടെ എല്ലാം മണം. നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.